ടീച്ചിങ്സ് ആൻഡ് വ്ളോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കണമെന്ന് ഞാൻ കരുതുന്നു കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു നെല്ലിക്ക അച്ചാറാണ് ഇടാൻ പോണം. നെല്ലിക്ക അച്ചാർ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ വായിൽ ഒരു കപ്പൽ ഓടിക്കാനുള്ള അത്രയും വെള്ളം വരണുണ്ട് കേട്ടോ. അത് ഇന്നലെ ചേട്ടൻ പുറത്ത് പോയപ്പോഴത്തേനും ഒരു 3 കിലോ നെല്ലിക്ക മേടിച്ചിട്ട് വന്നിട്ട്, അതായത് റോഡിലൊക്കെ ഇപ്പോൾ നിറയെ നെല്ലിക്ക വിൽക്കാൻ വെച്ചിട്ടുണ്ടെന്ന് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോൾ നെല്ലിക്കയുടെ സീസണാണെന്ന് തോന്നുന്നു, കാരണം നിറയെ എല്ലാ സ്ഥലത്തും വിൽക്കാൻ വെച്ചിട്ടുണ്ടെന്ന് പറയാം. അപ്പോൾ എന്നോട് ഇങ്ങനെ ഫോണിൽ വിളിച്ചിട്ട് ചോദിച്ചു, നെല്ലിക്ക മേടിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ശരി മേടിച്ചോ. കാരണം അപ്പോൾ ഞാൻ വിചാരിച്ചേ അപ്പം തന്നെ എൻ്റെ മനസ്സിലിങ്ങനെ വന്നത്, അപ്പോൾ കുറച്ച് നെല്ലിക്ക ഉപ്പിലും ഇടാം, പിന്നെ കുറച്ച് നെല്ലിക്ക എടുത്തൊന്ന് അച്ചാറിട്ടാൽ നമ്മുടെ ചാനലിൽ കാണിക്കാമല്ലോ എന്ന് ഓർത്ത്. ഇപ്പോൾ നമ്മുടെ ചാനലിൽ എന്താ കാണിക്കേണ്ടതെന്നാണല്ലോ നമ്മുടെ ഇങ്ങനെ മനസ്സിനകത്ത്. അപ്പോൾ ഞാൻ ഓർത്ത് നെല്ലിക്ക അച്ചാറിടണം നമ്മുടെ ചാനലിൽ കാണുന്നത്. നെല്ലിക്ക അച്ചാറ് ഒരു കാര്യം പറഞ്ഞിട്ട് വായിലിങ്ങനെ വെള്ളം വരുവാണ് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്കും അങ്ങനെയാണോ? നിങ്ങൾക്ക് നെല്ലിക്ക അച്ചാർ എന്ന് പറയുമ്പോൾ വായിൽ വെള്ളം വരുന്നുണ്ടോ? സാധാരണ എല്ലാവർക്കും അങ്ങനെയാണല്ലേ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കെന്നാ നെല്ലിക്ക അച്ചാർ ഇട്ടാലോ? അപ്പോൾ കിച്ചണിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ദേ ഞാൻ നമ്മുടെ നെല്ലിക്ക ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതേ കണ്ടോ, ഒരു 2 കിലോ നെല്ലിക്ക ഉണ്ട് ഇത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് കഴുകി തുടച്ചെടുക്കണം. നല്ലതായിട്ട് കഴുകിയിട്ട് നമ്മളൊരു നല്ല ഉണക്ക തുണി കൊണ്ട് ഇതൊന്ന് തുടച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിത് കഴുകിയെടുക്കാം. പിന്നെ അതേ ഞാൻ കുറച്ച് പച്ചമുളകും ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു 1/4 കിലോളം പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ 2 കിലോ നെല്ലിക്കക്ക് ഒരു 1/4 കിലോളം പച്ചമുളക് നമ്മളിതിൽ ചേർക്കണം. പിന്നെ അതേ ഇത്രത്തോളം ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കണ്ടോ, ഈ 2 കിലോ നെല്ലിക്കക്ക് ഈ കാണുന്നത്ര ഇഞ്ചിയും ഒരു 1/4 കിലോളം പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇഞ്ചി നമുക്ക് തൊണ്ട് കളഞ്ഞെടുക്കാം. പച്ചമുളക് നന്നായിട്ട് കഴുകി, ഈ പച്ചമുളകും ഇഞ്ചിയും നമ്മുടെ നെല്ലിക്കയും കഴുകിയിട്ട് നമ്മളൊരു ഉണക്ക തുണി കൊണ്ട് തുടച്ചെടുക്കണം. എന്നിട്ട് വേണം നമുക്കിത് അരിഞ്ഞൊക്കെ എടുക്കാൻ. അപ്പോൾ നമുക്ക് ഇത് കഴുകി വൃത്തിയാക്കി എടുക്കാം. കഴുകി തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് കഷ്ണിച്ചെടുക്കാം. അപ്പം നമ്മൾ നെല്ലിക്ക കഷ്ണിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ നെല്ലിക്ക ഇഞ്ചിയും പച്ചമുളകും എല്ലാം അരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി എന്തെല്ലാം പൊടികളാണ് ആവശ്യമെന്നൊന്ന് നോക്കാം.
അപ്പോൾ ഫ്രണ്ട്സ് ദേ നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള പൊടികളെല്ലാം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ ഒരു ബൗള് മൊത്തം മുളക് പൊടി ആവശ്യമുണ്ട് നമ്മുടെ അച്ചാറിലിടാൻ. പിന്നെ ഉപ്പ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ആവശ്യത്തിനിടാം. പിന്നെ കുറച്ച് കായപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ചതും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതായത് കണ്ടോ, നമ്മൾ സ്വർണ്ണം നല്ലെണ്ണ ഉപയോഗിച്ചാണ് കേട്ടോ അച്ചാർ ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ അച്ചാറിൽ എണ്ണ മാത്രമേ യൂസ് ചെയ്യണുള്ളൂ, നമ്മൾ വെളിച്ചെണ്ണയൊന്നും യൂസ് ചെയ്യണില്ല. അപ്പോൾ ഏകദേശം ഒരു 100 ഗ്രാമോളം എണ്ണ നമുക്ക് ആവശ്യമുണ്ട് നമ്മുടെ അച്ചാർ ഉണ്ടാക്കാൻ. അപ്പോൾ നമുക്ക് അച്ചാർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നമ്മുടെ ഗ്യാസ് എല്ലാം ഓൺ ചെയ്ത് നമ്മൾ ഉരുളി വെച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ അച്ചാർ ഉണ്ടാക്കുന്നത് ശരിക്കും ഒരു ഇരുമ്പ് ചട്ടിയിലൊക്കെ വേണം ഉണ്ടാക്കാം. അപ്പോൾ എനിക്കിവിടെ ഇരുമ്പ് ചട്ടി ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു അലൂമിനിയത്തിൻ്റെ ഉരുളിയാണ് വെച്ചേക്കണത്. ഇപ്പോൾ തീയെല്ലാം കത്തിച്ച് വെച്ചേക്കുവാണ്. അപ്പോൾ ചട്ടി നന്നായി ഒന്ന് ചൂടാവട്ടെ. ഈ ചട്ടിയിൽ ഈ നമ്മുടെ ഉരുളിയിലുള്ള വെള്ളത്തിൻ്റെ അംശം എല്ലാം പോയി ചട്ടി നല്ല ചൂടായിട്ട് വന്നിട്ട് വേണം നമുക്ക് എണ്ണ ഒഴിക്കാൻ. അപ്പോൾ ചട്ടി ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഉരുളി നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി നമ്മുടെ ഈ സ്വർണ്ണം നല്ലെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഏകദേശം ഇത്ര എണ്ണ നമ്മൾ ഒഴിക്കണം. കണ്ടോ, നന്നായിട്ട് ചട്ടി ചൂടായതുകൊണ്ട് എണ്ണ നന്നായിട്ട് തിള വരണുണ്ട്. കണ്ടോ, നല്ല നൊര വന്നത് കണ്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് നൊര വന്നു കഴിയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇടേണ്ടത് നമ്മുടെ ഇഞ്ചിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ഇഞ്ചിയൊക്കെ ഇടുന്ന സമയം തുടങ്ങി നമ്മുടെ ഫ്ലെയിം ലോ ഫ്ലെയിമിലിട്ട് വേണം വെക്കാൻ. അത് പിന്നെ നമ്മൾ തീ കൂട്ടാനേ പാടില്ല. നമ്മൾ ലോ ഫ്ലെയിമിലിട്ട് വേണം ഇറക്കണ വരെ ഇത് ചെയ്യാൻ. അപ്പോൾ ഞാനിതിൻ്റെ ഒന്ന് ഫ്ലെയിം ലോ ചെയ്യുന്നുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചേക്കണ ഈ പച്ചമുളകും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. പച്ചമുളകും നമ്മുടെ നെല്ലിക്ക ഞാൻ നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ് ആകുമ്പോഴത്തേനും നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ മുളക് പൊടി നിങ്ങൾക്ക് ആവശ്യത്തിന് ഇടാം കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ഇളക്കിയിട്ട് ഒന്നും കൂടി നോക്കട്ടെ, എൻ്റെ കളറൊക്കെ ഒന്ന് നോക്കിയിട്ടേ ഞാൻ കുറച്ച് ഇനി ഇടണുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ് എനിക്ക് കുറച്ചും കൂടി മുളക് പൊടിയുടെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം കുറച്ച് മുളക് പൊടി ഇട്ട് ഇളക്കിയായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇത്രയും പോരാ, കുറച്ചും കൂടി വേണമെന്ന് തോന്നി. അപ്പോൾ ഇവിടെ വീട്ടിലെല്ലാവർക്കും നല്ല എരിവൊക്കെ വേണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി മുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് ഞാനിവിടെ കുറച്ച് നമ്മുടെ വീട്ടിൽ തന്നെ മിക്സിയിൽ ചതച്ചെടുത്ത ഉണക്കമുളകേ ചതച്ചെടുത്തതും കൂടി കുറച്ച് ചേർക്കണുണ്ട് കേട്ടോ. കാരണം ഇത് നമ്മൾ ചേർക്കുമ്പോഴത്തേനും നമ്മുടെ മുളകിൻ്റെ തരിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ നമ്മുടെ ഈ അച്ചാറിൽ കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അച്ചാറൊക്കെ നല്ല ഭംഗിയിൽ ഇരിക്കും. അപ്പോൾ ഇനി നമ്മളിതേ ഉലുവ ഉണ്ടല്ലോ, ഉലുവ വറുത്ത് പൊടിച്ചതാണ് കേട്ടോ ഇത്. നമ്മൾ വീട്ടിൽ തന്നെ വറുത്ത് പൊടിച്ച ഉലുവ 1 ടേബിൾ സ്പൂണോളം ഞാനിപ്പോൾ നമ്മുടെ നെല്ലിക്കയിൽ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊന്നും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതേ ഞാൻ 1 ടേബിൾ സ്പൂണോളം കായപ്പൊടിയും കൂടിയും ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് ഇനി നമുക്ക് കുറച്ച് വിനീഗർ ഒഴിക്കാം കേട്ടോ. അത് ഞാൻ ഈ ഒരു ഗ്ലാസ് നിറയെ ഒഴിച്ചിട്ടുണ്ട് കണ്ടോ.
ഇത് നമ്മുടെ ഡബിൾ ഹോഴ്സിൻ്റെ വിനീഗറാണ് കേട്ടോ ഞാൻ ഒഴിച്ചേക്കണത്. ഞാൻ എപ്പോഴും അച്ചാറിടുമ്പോൾ ഡബിൾ ഹോഴ്സിൻ്റെ വിനീഗറാണ് യൂസ് ചെയ്യാറ്. നല്ലതാണ്. അപ്പോൾ നിങ്ങളും ഒന്ന് യൂസ് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ നമ്മുടെ ഈ ഗ്ലാസ്സിന് 1/2 ഗ്ലാസ്സും കൂടിയും വിനീഗർ ഒഴിക്കണുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ 1 ഗ്ലാസ് ഒഴിച്ചു. ഇപ്പോൾ ഞാൻ വീണ്ടും ഒരു 1/2 ഗ്ലാസ്സും കൂടിയും വിനീഗർ ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ഇതിൽ ചെറുതായിട്ടൊരു തിള വരും. ആ ഒരു തിള വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊന്നിങ്ങനെ തട്ടിപ്പൊതി ഇത് കണ്ടോ, ഇങ്ങനെ ചെയ്ത് വെക്കണം കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ തിള വന്നത് നമുക്ക് കാണാം. ആ സമയം വരുമ്പോൾ നമുക്ക് ഇത് ഓഫ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ് ഞാനിപ്പോൾ നമ്മുടെ ഈ സമയത്തൊന്ന് അച്ചാറൊന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. അപ്പോൾ ഉപ്പിൻ്റെ കുറച്ച് കുറവായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇടുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നിങ്ങളിങ്ങനെ ഉപ്പൊക്കെ നോക്കിക്കൊള്ളണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഉപ്പ് നിങ്ങൾ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് ഇളക്കിയിട്ട് ഒന്നിങ്ങനെ നമ്മൾ നേരത്തെ വെച്ചില്ലേ അതുപോലെ നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ഈ സമയത്ത് കുറച്ച് ഒരു 1/2 ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ പഞ്ചസാര ഇടണതേ നമ്മുടെ ഈ അച്ചാറിൻ്റെ ടേസ്റ്റ് എല്ലാം ബാലൻസ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യേണ്ടത്. അത് നമ്മൾ അച്ചാറിന് തന്നെയല്ല എന്ത് കറികൾ ഉണ്ടാക്കുമ്പോഴും എല്ലാം നമുക്ക് ലാസ്റ്റ് ആകുമ്പോൾ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് വേപ്പില ഇടാം കേട്ടോ. അപ്പോൾ വേപ്പില ഇടണമെങ്കിലും നമ്മൾ ആദ്യമേ തന്നെ കഴുകി നമ്മളിതെല്ലാം തുടച്ചെടുത്തില്ലേ അതുപോലെ തന്നെ വേപ്പിലയും നല്ല കഴുകി തുടച്ച് ഉണങ്ങി, ഒട്ടും അതിൽ വെള്ളം പാടില്ല. ഉണങ്ങിയതിന് ശേഷം വേണം നമ്മൾ ഇതിൽ വേപ്പില ഇടാൻ. നനവോടുകൂടി ഒരിക്കലും നിങ്ങൾ ഇടരുത്. അപ്പോൾ നമ്മുടെ അച്ചാർ പൂത്തു പോകും. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ മേളിലുള്ളതൊന്നും വെന്ത് കിട്ടൂല. അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. പിന്നെ അതുമല്ല നമുക്ക് അധികം ഇത് വേവേം വേണം, അധികം വേവണ്ട. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് അച്ചാർ കഴിക്കുമ്പോൾ കറുകറാ കടിക്കണം, അപ്പോഴാണ് രുചി. അധികം വെന്ത് പോയ രുചിയല്ല. അപ്പോൾ നമുക്കൊന്ന് പയ്യെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കണം നിങ്ങൾക്ക് ഈ ഉപ്പൊക്കെ ഇത് മതിയോ. നമ്മൾ ഉപ്പിടുമ്പോൾ എപ്പോഴും കുറച്ച് ഉപ്പ് കൂടുതലായിട്ട് തന്നെ നിൽക്കണം കേട്ടോ. ഉപ്പ് മുന്നിൽ നിന്നാലേ അത് 2-3 ദിവസം കഴിയുമ്പോൾ ഉപ്പ് നന്നായിട്ട് ഇതിലേക്ക് പിടിക്കുള്ളൂ. പിടിച്ച് കഴിയുമ്പോഴത്തേനും ഉപ്പ് നമ്മൾ ആ കറക്റ്റ് പാകമാകും. പക്ഷെ നമ്മളിപ്പോൾ തന്നെ ആ ചെറിയ ഉപ്പിലിട്ടാൽ ഇത് 2 ദിവസം കഴിയുമ്പോൾ തീരെ ഉപ്പില്ലാതെ പോകും. അതുകൊണ്ട് നമ്മൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് ഉപ്പ് മുന്നിൽ ഇട്ടേക്കണം കേട്ടോ. നമുക്കിതിൻ്റെ തിള വരാറാകുമ്പോഴത്തേനും ഓഫ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ് ഇത് നമ്മുടെ അച്ചാറിൽ ചെറുതായിട്ട് ഇത് കണ്ടോ, ചെറുതായിട്ട് ഇങ്ങനെ ഒരു തിളയൊക്കെ വന്നു തുടങ്ങി കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഗ്യാസ് ഓഫാക്കിയേക്കാം. ഇത്രയും നമുക്ക് വെന്ത് കിട്ടിയാൽ മതി. അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ അച്ചാർ, നമ്മുടെ നെല്ലിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേനും നിങ്ങൾ ടേസ്റ്റ് ചെയ്യുമ്പോൾ കായത്തിൻ്റെ രുചിയെല്ലാം മുന്നിലുണ്ടോ എന്ന് നോക്കണം. അപ്പോൾ കായത്തിൻ്റെ രുചിയൊന്നും മുന്നിലില്ലെങ്കിൽ നിങ്ങൾ കുറച്ച് കായമൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതൊരു വേറെ പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ ഇതേ നമ്മുടെ ഉരുളിയിൽ ഒരു ഗ്ലാസ് ബൗളിലോട്ടാണ് കേട്ടോ മാറ്റണത്. അപ്പോൾ ഈ ഗ്ലാസ് ബൗളും ഞാൻ നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ് കേട്ടോ. അല്ലെങ്കിൽ നമ്മുടെ വെള്ളമൊക്കെ ഉണ്ടെങ്കിലേ നമ്മുടെ അച്ചാർ പൂത്തു പോകും. പിന്നെ ഞാൻ നാളെ ഞാൻ ഇത് നമ്മുടെ ഒരു കുപ്പിയിലോ അല്ലെങ്കിൽ ഭരണിയിലോ ഒക്കെ ഇട്ട് വെക്കണമെങ്കിൽ ഞാൻ നാളെ ചെയ്യുള്ളൂ. കാരണം ഇതിൻ്റെ ചൂടൊക്കെ പോണേ, അത് കഴിഞ്ഞിട്ടേ ഞാൻ ചെയ്യുള്ളൂ. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഇതുപോലെ ചെയ്തിട്ടുണ്ടോ? നെല്ലിക്ക അച്ചാർ ഇങ്ങനെ ഇട്ടിട്ടുണ്ടോ? ഇങ്ങനെ കഷ്ണിച്ചൊക്കെ നിങ്ങൾ ഇട്ടിട്ടുണ്ടോ? ഇനി അങ്ങനെ ആരെങ്കിലുമൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം മിക്ക ആൾക്കാരും നെല്ലിക്ക ഒന്ന് ഇങ്ങനെ വേവിച്ചും അല്ലെങ്കിൽ മുഴുവത്തോടുകൂടിയും ഒക്കെയാണ് അച്ചാറിടണം ഞാൻ കണ്ടേക്കണത്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ അമ്മ ചെയ്താണിത് കണ്ടേക്കണത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ് ഞാൻ നമ്മുടെ അച്ചാർ ഗ്ലാസ് ബൗളിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചൂടാണ്, എന്നാലും ഞാൻ ഒരു കഷ്ണം ഒന്ന് എടുത്തിട്ട് ഞാൻ 2-3 പ്രാവശ്യമൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. എന്നാലും ഫൈനലായിട്ടൊരു ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് ഊതിയിട്ട് വെക്കാം, അല്ലെങ്കിൽ എൻ്റെ നാക്ക് പൊള്ളിപ്പോവും. അതുകൊണ്ട് ഊതട്ടെ. ആദ്യം തന്നെ ഇതുവരെ ഞാൻ നെല്ലിക്ക കഷ്ണം കഴിച്ച് നോക്കിയില്ല കേട്ടോ. ഗ്രേവിയാണ് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരുന്നത് വെച്ചാൽ. അപ്പോൾ ഇതൊന്ന്
ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സൂപ്പർ. നല്ല എരിവുണ്ട് കേട്ടോ, നല്ല എരിവുണ്ട്, നല്ല പുളിയുണ്ട്. സൂപ്പർ. അപ്പോൾ ഉപ്പ് ഇത്തിരി മുന്നിലാണ് ഞാൻ ചെയ്തേക്കണത്, പക്ഷെ നാളെ 2-3 ദിവസം കഴിയുമ്പോഴത്തേനും ഉപ്പൊക്കെ സൂപ്പറാകും. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും നമ്മുടെ ഈ നെല്ലിക്കച്ചാറ് വീട്ടിലൊന്ന് ഇട്ട് നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒട്ടും മടിക്കരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യണം. എങ്കിലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിനും നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.